ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റിയാണ് പറയുന്നത്. രാവിലെ പണിക്കാരുണ്ടായിരുന്നു. റൂഫിൻ്റെ പണി തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിക്കാർ പോയതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തെല്ലാം വന്നിട്ടിരുന്നു. അപ്പം ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് മഴ മാറിയിട്ട് പോയി. അതല്ലാണ്ട് അധികമൊന്നും വലിയ മഴയൊന്നുമില്ല. പക്ഷെ നല്ല കാലാവസ്ഥ, നല്ല കാറ്റും ഒക്കെ ആയിട്ട് മേഘങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഇവിടുത്തെ വ്യൂവും കൂടി നല്ല അടിപൊളിയായതുകൊണ്ട് അത് പ്രത്യേകം തന്നെ ഭംഗിയായിരുന്നു. പിന്നെ 10 മണി ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങത്തോളം 10 മണി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റോസ് 2-3 ടൈപ്പ് നിലത്ത് നട്ടിട്ടുണ്ട്. 2-3 അല്ല, 4-5 ഉണ്ട്. പിന്നെ ചട്ടിയിലും ഉണ്ട്. അതിനൊക്കെ നിലത്ത് നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ള റോസൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഇതൊക്കെ നശിക്കും. പക്ഷേ വെയിലധികമായാലും ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം രണ്ടും വേണം, വെയിലും വേണം, മഴയും വേണം. അപ്പോൾ ഒരു താമര മുട്ടുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നാടൻ റോസാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട് നിറച്ചുണ്ട്. ഇത് സാധാരണ ചുവന്ന റോസ്, അത് നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതൊരു വേറെ കളർ റോസാണ്, അതുപോലെ തന്നെ നിറച്ചും മുട്ടുണ്ടായിട്ടുണ്ട്, നിറച്ചുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് പ്രത്യേകിച്ച് റോസിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഒരു പുതിയ അതിഥിയുണ്ട്, അനന്തശാലനം. നിറച്ചും മുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാളടുത്ത് തന്നെ വിരിഞ്ഞിട്ട് കാണാം. ഇത് രാത്രി 12 മണിക്കാണ് വിരിയുക. അപ്പോൾ ഞാൻ നോക്കി നിൽക്കണം. ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ മതിലുമില്ലാതെ ഇതൊക്കെ പടർത്തിയിട്ടുള്ളത്. അപ്പം നിറച്ചും ഉണ്ടായിട്ടുണ്ട്. പൂ വിരിഞ്ഞ് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഒരു ചക്ക വെക്കാനാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചക്ക ആക്കി കഴിച്ചാലോ എന്നൊരു കൊതി. അപ്പം ചക്കപ്പുഴുക്ക് ആക്കാനാണ് പോകുന്നത്. ഇതിന് ആവശ്യം എന്തൊക്കെയാണെന്ന് അറിയില്ല. കുറച്ച് വെള്ളം വെച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ട പരിപാടി നോക്കാം. അതിനകത്ത് തേങ്ങ, മഞ്ഞൾ, കാന്താരി മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത്രയും കൂടി അരച്ചിട്ട് അപ്പോൾ ചക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടുമ്പോൾ അതിനകത്ത് ഈ മസാല ആക്കുക. ചക്കക്ക് അധികം വെള്ളം ആവശ്യമില്ല, കുറച്ചേ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മസാല അതിൻ്റെ കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചക്കപ്പുഴുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അത് ലാസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി.